ഹായ് നമസ്കാരം. വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, പുള്ളി ഒരു പ്ലോട്ട് വാങ്ങാനായിട്ട് പോയപ്പോൾ സെൻറ്ററിൽ ഒരു കിണർ കണ്ടു. അപ്പോൾ ഇദ്ദേഹത്തിനൊരു ഐഡിയ തോന്നി. അതായത് സെൻട്രലിൽ കിണറാണെങ്കിൽ നമുക്കതിനെ ഒരു പഴയ നമ്മുടെ 4 കെട്ട് മോഡലിൽ സെൻട്രൽ കോർട്ട്യാർഡ് പോലെ കൊടുത്തു കഴിഞ്ഞാൽ കോർട്ട്യാർഡിൽ വെള്ളം വീഴുന്നാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ ഒരു വീടാക്കിയെടുക്കാൻ പറ്റുമോ എന്ന രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചു. ഇത് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇത് ഏറ്റവും വലിയൊരു വാസ്തു ഡിഫക്റ്റാണ്. ഒരു വീട്ടിൻ്റെ സെൻറ്ററിലൊരു കിണർ വരിക, ബ്രഹ്മസ്ഥാനത്ത് കിണർ വരിക എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ്റെ മരണമാണ് അതിനകത്ത് പറയുന്നത്. അത്രത്തോളം ഡീപ്പ് ലെവലിൽ എഫക്റ്റുള്ള ഒരു കാര്യമാണ് ഈ ബ്രഹ്മസ്ഥാനത്ത്. ചിലർ തെറ്റിദ്ധരിച്ചുകൊണ്ട് കോർട്ട്യാർഡിൽ കിണറാവാം എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. ബ്രഹ്മസ്ഥാനത്ത് ഒരു കാരണവശാലും കിണർ വരാൻ പാടില്ല. അപ്പോൾ കിണറിൻ്റെ പറ്റി വീണ്ടും നമ്മൾ കിണറിലേക്ക് എത്തി. അപ്പോൾ കിണർ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കിണറിനെ പറ്റി ഒരുപാട് അതിൻ്റെ സ്ഥാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിശ്ചയിക്കപ്പെടുന്നതിൻ്റെ രീതി, മാനദണ്ഡങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെയും കൺഫ്യൂഷനാണ്. കിണർ നോർത്ത് ഈസ്റ്റ് കൊടുക്കുമ്പോൾ ഈ കാര്യം ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ബോർവെല്ലൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഇവരിപ്പോൾ അവരുടെ ഒരു എക്യുപ്മെൻറ്റ് വെച്ച് നോക്കുക, അല്ലെങ്കിൽ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു രീതിയുണ്ട് നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ സാന്നിധ്യം കാണുന്ന ഇത് കൊണ്ട് ഞാൻ ഈ അടുത്ത് എൻ്റെ തന്നെ ഒരു സൈറ്റിൽ ബോർവെല്ലിന് ഒരാളെ നോക്കാനായിട്ട് വന്നപ്പോൾ ഓണർ എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ സ്ഥാനം കണ്ടു, സാറ് പറഞ്ഞത് നോർത്ത് ഈസ്റ്റിലാണ്, പക്ഷേ ഇത് നേരെ ഇപ്പുറത്താണ്. ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് അഗ്നികോണിൽ കൊണ്ടുപോയി ബോർവെല്ലിൻ്റെ സ്ഥാനം മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ അത് ചെയ്യാൻ സമ്മതിക്കില്ല, പക്ഷേ അവിടെ വെള്ളം കിട്ടുള്ളൂ, മറ്റിടത്ത് വെള്ളം കിട്ടില്ല എന്ന് ഇദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ചിലപ്പോൾ കുറച്ച് ഡെപ്ത് വെച്ച് കൂടുതൽ പോകേണ്ടി വന്നേക്കാം, വാട്ടർ സോഴ്സിലേക്ക് നമുക്ക് ടാപ്പ് ചെയ്ത് കിണർ ചെയ്യുന്നെങ്കിൽ അവിടെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പല പൊസിഷനിൽ ചേർന്നാലുള്ള കിണർ വന്നാലുള്ള റിസൾട്ടുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മൾ നിങ്ങൾക്കൊരു പ്ലോട്ടുണ്ട്, നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഭാഗത്ത് 3 ഭാഗം അതായത് വടക്ക് കിഴക്ക് അങ്ങനെ നമുക്ക് ഡിവൈഡ്. അപ്പോൾ നമുക്ക് ഒരു സൈഡ് നോക്കുമ്പോൾ വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക്, മറ്റേ സൈഡ് നോക്കുമ്പോഴത്തേക്കും വടക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ്, പ്രത്യേകിച്ച് ഇപ്രദേശം നോക്കുമ്പോൾ വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക്, അങ്ങനെ ഒരു ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വടക്ക് കിഴക്കാണ് ഏറ്റവും നല്ല സ്ഥാനം. അവിടെ വന്നു കഴിഞ്ഞാൽ വെൽത്ത് ആൻഡ് ഹെൽത്താണ് നമ്മുടെ ഗുണം എന്ന് പറയുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്ത് തന്നെ കൃത്യമായൊരു പ്ലോട്ടിന് നമ്മൾ ഈ പറഞ്ഞ 6 മൂന്ന് ഭാഗങ്ങളായിട്ട് തെലങ്ങനെയും വിലങ്ങനെയും മുറിച്ച് കഴിഞ്ഞാൽ കൃത്യമായി കിട്ടുന്ന വടക്ക് കിഴക്ക് പൊസിഷൻ എന്ന് പറയുന്നിടത്ത് കിണർ വന്നു കഴിഞ്ഞാൽ അതൊരു വെൽത്ത് ഫാക്ടറാണ്. ഭയങ്കരമായിട്ടുള്ള സമ്പത്ത് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി കുറച്ച് ഇങ്ങോട്ട് വടക്കോട്ട് നിങ്ങൾ മാറിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് ലക്കാണ്, ഭാഗ്യം കിട്ടും. മറ്റ് സമ്പാദ്യം കിട്ടണമെന്നുള്ളത് ഞാൻ പറയുന്നില്ല, ഭാഗ്യമുണ്ടാവും. ഇനി ആ വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് കുറച്ച് കിഴക്കോട്ടാണ് മാറി നിങ്ങൾ കിണർ വരികയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഗുഡ് ലക്കും വെൽത്തും ഒരുമിച്ച് കിട്ടും. ഇനി സൗത്ത് ഈസ്റ്റിലോട്ട് കിണർ വരികയാണെങ്കിൽ അത് കുട്ടികൾക്ക് ദോഷമുള്ള കാര്യമാണ്. ഒരു കാരണവശാലും ആ സ്ഥാനം നിങ്ങൾ തിരഞ്ഞെടുക്കരുത്. പിന്നെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് കിണർ വന്നു കഴിഞ്ഞാൽ സിക്നസ്, മരണം, അങ്ങനത്തെ അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവുള്ളൊരു പ്രശ്നം. കന്നിമൂലിൽ കിണർ വരിക എന്ന് പറയുന്നത് ഭയങ്കര, ഞാൻ ഈ സാധാരണ ഈ പറഞ്ഞതിൻ്റെ എഫക്റ്റിനെ കുറിച്ച് ഞാൻ അധികം സംസാരിക്കാറില്ല. പക്ഷേ ഇപ്പോൾ പലയിടത്തും പോകുമ്പോഴും അങ്ങനെ ആ സ്ഥാനത്ത് വന്നാൽ അതെന്താണ് അതിൻ്റെ അവസ്ഥ, എന്താണ് അതിൻ്റെ ഫലം എന്ന് ചോദിക്കാറുള്ളതാണ് ഞാനിത് വ്യക്തമായിട്ട് പറയുന്നത്. ഇനി സൗത്ത് ഭാഗത്താണ് കിണർ വരികയാണെങ്കിൽ അത് ഭാര്യയ്ക്ക് പ്രശ്നമാണ്, അതാണ് മെയിനായിട്ടുള്ള. പിന്നെ വെസ്റ്റ് ഭാഗത്താണ് കിണർ വരികയാണെങ്കിൽ ബാഡ് ലക്കും ലോസ് ഓഫ് വെൽത്തുമാണ് വരുന്നത്. വെസ്റ്റ് ഭാഗത്താണ് കിണർ. വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് വരുന്നതെങ്കിൽ ശത്രുക്കളിൽ നിന്നുള്ള ദോഷം, അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ, സ്ത്രീകൾക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം വരും. അത് ഇത്രയും കാര്യങ്ങൾ ഞാനിപ്പോൾ ഇതിനകത്ത് സെൻട്രൽ പോർഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ഓർത്ത് വയ്ക്കുക. ഈ 9 പോയിൻറ്റുകളിലും കിണർ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകളെക്കുറിച്ചാണ് ഈ വീഡിയോ പ്രതിപാദിച്ചത്. വളരെ നോട്ട് ചെയ്ത് വയ്ക്കുക. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട്
നിങ്ങളുടെ കിണറിന് എന്തെങ്കിലും തെറ്റായ സ്ഥാനം ഉണ്ടെന്നുണ്ടെങ്കിൽ, തെറ്റായ സ്ഥാനത്താണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു കൺസൾട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഞാൻ വന്ന് നോക്കിയിട്ട് അതിലെന്ത് കറക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ പറയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങൾ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.